ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ആനുവൽ എക്സാമിൻ്റെ 2025 ക്വസ്റ്റ്യൻ പേപ്പറും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും പഠിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ആക്ടിവിറ്റി 1, എ ചൈൽഡ്സ് റിസർച്ച് പ്രൊജക്ട് ഈസ് ഓൺ ദി ടോപ്പിക് പൊല്യൂഷൻ പ്രോബ്ലംസ് ഇൻ മൈ ഏരിയ. It should include the pollution of soil, water and air. എന്താണ് എൻ്റെ പ്രദേശത്തെ മലിനീകരണ പ്രശ്നങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി ചെയ്ത അന്വേഷണ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് മണ്ണ്, ജലം, വായു എന്നീ 3 മേഖലകളുടെ മലിനീകരണത്തെ സംബന്ധിച്ചാണ്. എന്താണ് പൊല്യൂഷൻ പ്രോബ്ലംസ് ഇൻ മൈ ഏരിയ എന്ന് വെച്ചാൽ എൻ്റെ പ്രദേശത്തെ മലിനീകരണ പ്രശ്നങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണ് അല്ലേ. അപ്പോൾ അതിൽ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്? യെസ്, മണ്ണ്, ജലം, വായു, ഈ 3 മലിനീകരണങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൽ എന്താ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്താ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 1 question the child would ask to prepare this project at the time of his house visit related to each area. ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നതിന് ഗൃഹസന്ദർശന സമയത്ത് കുട്ടി ചോദിക്കാവുന്ന ഓരോ ചോദ്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ നമ്മൾ ഈ പ്രൊജക്റ്റ് നടത്തുമ്പോൾ എല്ലാ വീടുകളിലും നടന്നിങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമല്ലോ അല്ലേ. ആ ടൈമിൽ ഇവിടെ 3 പൊല്യൂഷൻ ഏരിയാസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? സോയിൽ, വാട്ടർ, എയർ. മണ്ണ്, ജലം, വായു. ഈ 3 മലിനീകരണവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ മണ്ണ് മലിനീകരണത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ എയർ പൊല്യൂഷൻ വായു മലിനീകരണത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻസ് എഴുതാം. ഇവിടെ കൊടുക്കുന്നുണ്ട്. ആർ CFL ലാംപ്സ്, പ്ലാസ്റ്റിക് റാപ്പ്, ടെലിവിഷൻസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ത്രോൺ ഇൻ ടു ലാൻഡ് ഫിൽസ്. എന്താ? CFL ലാമ്പുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകൾ, ടെലിവിഷനുകൾ, കമ്പ്യൂട്ടറുകൾ എന്നിവ മണ്ണിലേക്ക് വലിച്ചെറിയുന്നുണ്ടോ എന്നാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ദെൻ സെക്കൻഡ് എന്താണ്? നെക്സ്റ്റ് എന്താ? വാട്ടർ പൊല്യൂഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്ത് ചോദിക്കാം? ഇസ് ഇറ്റ് പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ്, സിവേജ് ആൻഡ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അറൈവിങ് ഇൻ ടു വാട്ടർ ബോഡീസ്. ജലാശയങ്ങളിലേക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, മലിനജലം, രാസകീടനാശിനികൾ എന്നിവ എത്തുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദെൻ എയർ പൊല്യൂഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈസ് ഗാർബേജ് ബേൺഡ് ഇൻ ദി ഓപ്പൺ പ്ലേസ്. തുറസായ സ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കത്തിക്കുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൺ ചേഞ്ച് ടു മേക്ക് അവർ സ്കൂൾ എ വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂൾ. എന്താ പറയുന്നത്? നമ്മുടെ സ്കൂൾ ഒരു വേസ്റ്റ് ഫ്രീ ഗ്രീൻ സ്കൂളായി മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന 2 പ്രവർത്തനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. മാലിന്യമുക്ത ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിന് ഏറ്റെടുക്കേണ്ട 2 പ്രവർത്തനങ്ങൾ എഴുതുക. അപ്പോൾ എന്തൊക്കെ എഴുതാം? ലഞ്ച് വേസ്റ്റ് ഡിസ്പോസൽ അല്ലേ, ഉച്ചഭക്ഷണ മാലിന്യ നിർമ്മാർജ്ജനം, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ കൺസ്ട്രക്ഷൻ, ജൈവ വൈവിധ്യ ഉദ്യാന നിർമ്മാണം. ഈ 2 നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 2 സർവീസസ് ഡൺ ബൈ ദി ഹരിത കർമ്മസേന. ഹരിത കർമ്മസേന നിർവഹിക്കുന്ന 2 സർവീസുകൾ, 2 സേവനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? ട്രാൻസ്പോർട്ടിംഗ് ഇനോർഗാനിക് വേസ്റ്റ് ടു പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ്. എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇനോർഗാനിക് ആയിട്ടുള്ള വേസ്റ്റുകളിലെ അജൈവ മാലിന്യങ്ങളെ സംസ്കരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, ഇനോർഗാനിക് വേസ്റ്റ് വിൽ ബി സോർട്ടഡ് ആൻഡ് കളക്റ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഇൻ ഓൾ ഹോംസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താ? എല്ലാ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിശ്ചിത ഇടവേളകളിൽ വൃത്തിയാക്കിയ അജൈവ മാലിന്യങ്ങൾ തരം തിരിച്ച് ശേഖരിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ അവർ ചെയ്യുന്ന ജോലിയല്ലേ, നമുക്കറിയാമല്ലേ. എല്ലാ വീടുകളിൽ നിന്നും ഓരോ മാസം വന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എഴുതാം. ഇനി ആക്ടിവിറ്റി 2, എക്സാമിൻ ദി ടേബിൾ പ്രിപ്പയർഡ് ബൈ എ സ്റ്റുഡൻറ് ഹു റെക്കോർഡ്സ് ദ റിസൾട്ട്സ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. ഒരു കുട്ടി ചെയ്ത പരീക്ഷണത്തിൻ്റെ റിസൾട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പട്ടികയാണ് താഴെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് നോക്കാം അല്ലേ. എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? ഫസ്റ്റ് ക്ലാസ് 1 ആണ്. ക്ലാസ് 1ൽ എന്താ കാണുന്നത്? വെൻ ഹണി വാസ് poured into water it dissolved in the water. എന്താ? ജലത്തിലേക്ക്, വാട്ടറിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ എന്തായി? അത് ജലത്തിൽ ഡിസോൾവ് ആയില്ലേ, അത് ജലത്തിൽ ലയിച്ചു ചേർന്നു. Then when a piece of cotton cloth was dipped in honey and burned it, it produced
ക്രാക്കിംഗ് സൗണ്ട്. എന്താ? കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ പൊട്ടലും ചീറ്റലും ഉണ്ടായി. ദെൻ ഹണി ആഡഡ് വാട്ടർ ഹാഡ് എ ഡിഫറെൻറ്റ് ടേസ്റ്റ്. അതുപോലെ തേൻ ചേർത്ത ജലത്തിന് രുചി വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ക്ലാസ് 1 കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ അല്ലേ. ദെൻ ക്ലാസ് 2 എന്താ ഉണ്ടായിട്ടുള്ളത്? വെൻ ഹണി വാസ് poured into water it sedimented at the bottom. ജലത്തിലേക്ക് തേൻ ഒഴിച്ചപ്പോൾ അത് അടിത്തട്ടിൽ അടിഞ്ഞുകൂടുകയാണ് ചെയ്തത്. ദെൻ വെൻ എ പീസ് കോട്ടൺ ക്ലോത്ത് വാസ് ഡിപ്ഡ് ഇൻ ഹണി ആൻഡ് ബേൺഡ് ഇറ്റ് ബേൺഡ് വെൽ. അതുപോലെ കോട്ടൺ തുണി തേനിൽ മുക്കി കത്തിച്ചപ്പോൾ അതെന്താ ചെയ്ത്? നന്നായി കത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ ഹണി ആഡഡ് വാട്ടർ ഹാഡ് നോ ഡിഫറൻസ് ഇൻ ടേസ്റ്റ്. അതുപോലെ തേൻ ചേർത്ത ജലത്തിന് രുചി വ്യത്യാസം ഇല്ല. ഇതാണ് 2 ക്ലാസ്സിലും കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഗ്ലാസ് ഹാസ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഹണി? ഇല്ലുസ്ട്രേറ്റ് യുവർ ഒപ്പീനിയൻ. ഇതിൽ ക്ലാസ് 1 ക്ലാസ് 2 ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള തേനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാ വരുന്നത്? യെസ്, സെക്കൻഡ് ഗ്ലാസ്സിലുള്ളതാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള തേന് വരുന്നത് അല്ലേ. ദെൻ കാരണം എന്താ? പ്യുവർ ഹണി ഡസ് നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായ തേനാണെങ്കിൽ അതൊരിക്കലും വെള്ളത്തിൽ ഡിസോൾവ് ആവൂല അല്ലേ, അലിഞ്ഞ് ചേരില്ല. ദെൻ വെൻ എ സ്റ്റിക്ക് ഡിപ്ഡ് ഇൻ പ്യുവർ ഹണി ഈസ് ലിറ്റ് ദർ ഈസ് നോ എക്സ്പ്ലോസീവ് സൗണ്ട്. അതുപോലെ തന്നെ ശുദ്ധമായ തേനാണെങ്കിൽ അതിൽ മുക്കിയ തുണി കത്തിക്കുമ്പോൾ ഒരിക്കലും പൊട്ടിത്തെറി ശബ്ദം ഉണ്ടാവില്ല. ആൻഡ് വെൻ poured into water it hits the bottom. അതുപോലെ പ്യുവർ ആയിട്ടുള്ള ഹണി ആണെങ്കിൽ അത് വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ അത് വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ പോയി അടിയാണ് ചെയ്യുക അല്ലേ. അതുകൊണ്ടൊക്കെയാണ് നമ്മളിവിടെ എന്താ സെക്കൻഡ് ക്ലാസ്സിലുള്ളതാണ് പ്യുവർ ഹണി എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ഇനി ബി ക്വസ്റ്റ്യൻ, ഡിസൈൻ ആൻ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദാറ്റ് അഡൾട്രേറ്റ് ഈസ് ആഡഡ് ടു ടർമറിക് പൗഡർ. എന്താണ്? ടർമറിക് പൗഡറിൽ മഞ്ഞൾപ്പൊടിയിൽ അഡൾട്രൻറ്റ് എന്ന് വെച്ചാൽ എന്താ? മായം ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു എക്സ്പെരിമെൻ്റ്, ഒരു പരീക്ഷണമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? Take some water in glass tumbler and sprinkle a pinch of turmeric powder in it. എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് ടംബ്ലർ എടുക്കുക, അതിൽ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി വിതറുക. ഇഫ് ആർട്ടിഫിഷ്യൽ കളറിംഗ് ഹാസ് ബീൻ ആഡഡ് ദി കളർ വിൽ സ്പ്രെഡ് ടു ദി ബോട്ടം. അതിൽ ആർട്ടിഫിഷ്യൽ കളർ, കൃത്രിമമായിട്ടുള്ള നിറം ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതിൻ്റെ നിറം അതിലാകെ കൂടെ എന്താ? സ്പ്രെഡ് ആവും, പടരും എന്നാ പറയുന്നത് അല്ലേ. Then if not, the color will not spread and the turmeric will settle to the bottom. കളർ അതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? ആ കളറൊന്നും സ്പ്രെഡ് ആവാതെ, ആ നിറം ഇളകാതെ മഞ്ഞൾപ്പൊടി എന്താകും? താഴേക്ക് പോയി അടിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു എക്സ്പെരിമെൻറ്റ്. ഇനി സി ക്വസ്റ്റ്യൻ, ആഡിങ് സംതിങ് സിമിലർ ടു ഫുഡ് ഐറ്റംസ് ഈസ് ഓൾസോ അഡൾട്രേഷൻ. റൈറ്റ് വാട്ട് അതർ തിങ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ അഡൾട്രേഷൻ. എന്താ? നമ്മൾ ഈ ഫുഡ് ഐറ്റംസിൽ, ആഹാര വസ്തുക്കളിൽ അവയോട് സാദൃശ്യമുള്ളത് ചേർക്കുന്നതും എന്താണ്? മായം ചേർക്കൽ തന്നെയാണ് അല്ലേ, അഡൾട്രേഷൻ തന്നെയാണ് അല്ലേ. ഇനി മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് ഈ അഡൾട്രേഷനിൽ അല്ലെങ്കിൽ മായം ചേർക്കലിൽ ഉൾപ്പെടുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? മിക്സിംഗ് പുവർ ക്വാളിറ്റി ഐറ്റംസ്, ഗുണനിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുന്നത്. അതുപോലെ റിമൂവ് ക്വാളിറ്റി ഫാക്ടേഴ്സ്, എന്താ? അതിലുള്ള ക്വാളിറ്റി ഫാക്ടേഴ്സ് റിമൂവ് ചെയ്യുന്നത് അല്ലേ, ഗുണമേന്മയുള്ള ഘടകങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? മായം ചേർക്കലിൽ പെടുന്നത് തന്നെയാണ് അല്ലേ. ഇനി ആക്ടിവിറ്റി 3, എക്സാമിൻ ദി ടേബിൾ. ഈ താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിക്കാനാണ് പറയുന്നത് അല്ലേ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പട്ടികയിൽ ഒബ്ജക്റ്റ് ഫസ്റ്റ് എന്താ? ഒരു വസ്തുവാണ് തന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് കളർ ഇൻ ആസിഡും കളർ ഇൻ ആൽക്കലിയും തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ കുറച്ച് വസ്തുക്കളാണ് ABCD എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ദെൻ അതിൻ്റെ ഓരോ വസ്തുവിൻ്റെയും ആസിഡിലുള്ള കളറും അതുപോലെ ആൽക്കലിയിലുള്ള കളറും തന്നിട്ടുണ്ട് അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദി എബോവ് ABC ആൻഡ് D ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ തന്നിരിക്കുന്ന ABCD എന്നത് എന്താ? വെറും ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട്, ഒരു സൂചകങ്ങളായി മാത്രം തന്നിട്ടുള്ളതാണ് അല്ലേ. ദെൻ എക്സാമിൻ ദി ടേബിൾ ആൻഡ് ഐഡൻറ്റിഫൈ ദം. ഈ ടേബിൾ നോക്കിയിട്ട് ഇവിടെ തന്നിരിക്കുന്ന Aയും Bയും Cയും Dയും എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കാം അല്ലേ. അതിൻ്റെ ആൽക്കലിയിലും ആസിഡിലുമുള്ള കളേഴ്സ് തന്നിട്ടുണ്ട്. അത് നോക്കിയാൽ തന്നെ നമുക്ക് Aയും Bയും Cയും Dയും എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കാം അല്ലേ. ഫസ്റ്റ് തന്നിരിക്കുന്നത് A എന്ന് പറയുന്ന വസ്തുവിൻ്റെ ആസിഡിലെ നിറം ഏതാണ്? പെയിൽ പിങ്ക് ആണ് അല്ലേ, ഇളം പിങ്കും. അതുപോലെ ആൽക്കലിയിലെ നിറം
പെയിൽ യെല്ലോയുമാണ് അല്ലേ, ഇളം മഞ്ഞയുമാണ്. അങ്ങനെയാണെങ്കിൽ വസ്തു ഏതാണ്? യെസ്, നമുക്കറിയാം അല്ലേ, മീഥൈൽ ഓറഞ്ച് ആണ് വസ്തു വരുന്നത്. ദെൻ സെക്കൻഡ് തന്നിരിക്കുന്നത് എന്താ, അതിന് ആസിഡിൽ നിറമില്ല, അതുപോലെ ആൽക്കലിയിലെ നിറം പിങ്ക് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതാണ് ഇവിടെ വരുന്ന വസ്തു? യെസ്, ഫിനോഫ്തെലിൻ ആണ് അല്ലേ, ഫിനോഫ്തെലിൻ ആണ് ആസിഡിൽ നിറമില്ലാത്തതും ആൽക്കലിയിൽ പിങ്ക് നിറമുള്ളതും. ഓക്കെ, ദെൻ സി വരുന്നത് എന്താ, ആസിഡിലെ നിറം റെഡ് ആണ് അല്ലേ, ചുവപ്പാണ്, അതുപോലെ ആൽക്കലിയിലെ നിറം ബ്ലൂ ആണ്, നീലയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് വസ്തു വരുന്നത്? നീല ലിറ്റ്മസ് ആണ്, ബ്ലൂ ലിറ്റ്മസ് ആണ് ഇവിടെ വരുന്നത്. ദെൻ ഡി വരുന്നത് ആസിഡിലെ നിറം റെഡ് ആണ്, ആൽക്കലിയിലെ നിറം ബ്ലൂ ആണ്. അങ്ങനെയാണെങ്കിൽ വസ്തു വരുന്നത് എന്താ? യെസ്, റെഡ് ലിറ്റ്മസ് ആണ് അല്ലേ, ചുവന്ന ലിറ്റ്മസ് ആണ് ഇവിടെ വരുന്ന വസ്തു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി ബി ക്വസ്റ്റ്യൻ, നെയിം 2 natural indicators and write their color change in ആസിഡ് ആൻഡ് ആൽക്കലി. ഇവിടെ എന്താ ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? 2 നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിനെ, 2 പ്രകൃതിദത്ത സൂചകങ്ങളുടെ പേരും അവയ്ക്ക് ആസിഡിലും ആൽക്കലിയിലും ഉണ്ടാകുന്ന നിറം മാറ്റവും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതൊക്കെ എഴുതാം? നമുക്ക് ടർമറിക് എഴുതാം അല്ലേ, മഞ്ഞൾ എഴുതാം, അതുപോലെ ചെമ്പരത്തി. അപ്പോൾ അതിലെന്തൊക്കെയാണ് ചേഞ്ച് വരുന്നത്? മഞ്ഞളാണെങ്കിൽ ആസിഡിൽ എന്താ, മഞ്ഞയാണ് അല്ലേ, യെല്ലോ കളറാണ്. ദെൻ അതുപോലെ ആൽക്കലിയിലാണെങ്കിൽ റെഡ് കളർ, ചുവപ്പാണ് വരുന്നത്. ദെൻ ചെമ്പരത്തി കടലാസ് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ആസിഡിൽ റെഡ് ആണ്, ആൽക്കലിയിൽ എന്താ, നോ കളർ ചേഞ്ച് അല്ലേ, കളർ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ബാക്ടീരിയ ഈസ് പ്രസൻറ്റ് ഇൻ കേർഡ്? കേർഡിൽ, തൈരിൽ കാണുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ലാക്ടോബാസിലസ്, കോളിഫോം, റൈസോബിയം. ഏതാ വരുന്നത്? യെസ്, ലാക്ടോ ബാസിലസ് ആണ് തൈരിൽ വരുന്ന ബാക്ടീരിയ. ഓക്കെ, ആക്ടിവിറ്റി 4, ദി മെസ്സേജ് ഗിവൺ ബൈ ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ടു വേൾഡ് ഫുഡ് ഡേ ഈസ് ഗിവൺ ബിലോ. എന്താ, ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് ആരോഗ്യ വകുപ്പ് നൽകിയ മെസ്സേജ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഹൈജീനിക്, സേഫ് ആൻഡ് ഹെൽത്തി ഫുഡ് ഈസ് ദ റൈറ്റ് ഓഫ് എവ്രി വൺ. എന്താ, വൃത്തിയുള്ളതും സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണ്. ഹൈജീൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ സെർവിങ് ആൻഡ് ഈറ്റിംഗ് ഫുഡ്. എന്താ, ആഹാരം വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകണം. അപ്പം ഇതാണ് തന്നിരിക്കുന്ന മെസ്സേജ് അല്ലേ. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി 4 അതർ സജഷൻസ് റിലേറ്റഡ് ടു ഹൈജീൻ. ഹൈജീനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ, ശുചിത്വവുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധ്യതയുള്ള മറ്റേതെങ്കിലും 4 നിർദ്ദേശങ്ങളാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും 4 നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇവിടെ എന്തൊക്കെ എഴുതാം? പാചകം ചെയ്തതിന് ശേഷം ആഹാരം അടച്ചു വെക്കുക. കവർ ഫുഡ് ആഫ്റ്റർ കുക്കിംഗ്. ശുദ്ധമായ ജലമായിരിക്കണം പാചകത്തിന് ഉപയോഗിക്കുന്നത്. ക്ലീൻ വാട്ടർ ഷുഡ് ബി യൂസ്ഡ് ഫോർ കുക്കിംഗ്. ദെൻ നെക്സ്റ്റ്, ഭക്ഷ്യവസ്തുക്കൾ അടച്ച് സൂക്ഷിക്കണം. ഫുഡ് ഷുഡ് ബി കെപ്റ്റ് ക്ലോസ്ഡ്. ഓക്കെ. ദെൻ ബി ക്വസ്റ്റ്യൻ, നെയിം ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് പ്രിസർവിങ് മിൽക്ക്. എക്സ്പ്ലെയിൻ. എന്താ പറഞ്ഞിട്ടുള്ളത്? മിൽക്ക് പ്രിസർവ് ചെയ്യുന്ന എന്ന് വെച്ചാൽ പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന സയൻറ്റിഫിക് മെത്തേഡിൻ്റെ, ശാസ്ത്രീയ രീതിയുടെ പേരെന്ത്? എക്സ്പ്ലെയിൻ. അതുപോലെ അത് വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് ആ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ, പാസ്ചറൈസേഷൻ ആണ്. പാസ്ചറൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് മിൽക്ക് ടു 70 degrees Celsius for 30 seconds and then rapidly cooling it to 10 degrees Celsius. പാസ്ചറൈസേഷൻ എന്ന് വെച്ചാൽ പാല് 70 ഡിഗ്രി സെൽഷ്യസിൽ 30 സെക്കൻഡ് വരെ ചൂടാക്കി 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് പെട്ടെന്ന് തണുപ്പിക്കുന്ന രീതിയാണ് പാസ്ചറൈസേഷൻ. ഓക്കെ. സി ക്വസ്റ്റ്യൻ, വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് ആഡഡ് ടു ഐസ് ടു പ്രിവെൻറ്റ് ഇറ്റ് ഫ്രം മെൽറ്റിംഗ് ക്വിക്ലി ആൻഡ് ടു പ്രിസർവ് ഫിഷ്. എന്താണ്? നമ്മൾ മത്സ്യം കേടുകൂടാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ദീർഘനേരം അലിഞ്ഞു പോകാതിരിക്കാൻ, മെൽറ്റ് ആവാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തു ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുള്ള ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? അമോണിയം ക്ലോറൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഇതിലേതാ വരുന്നത്? നമുക്കറിയാം അല്ലേ, അമോണിയം ക്ലോറൈഡ് ആണ് നമ്മൾ ഫിഷിൽ ഐസ് മെൽറ്റ് ആവാതിരിക്കാൻ യൂസ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി 5, ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീത്ത് സീൻ ഇൻ ഹ്യൂമൻസ് ആർ ഇൻസിസേഴ്സ്, കനൈൻ, മോളാസ് ആൻഡ് പ്രീമോളാസ്. മനുഷ്യരിലെ വ്യത്യസ്ത ഇനം പല്ലുകളാണ്. എന്തൊക്കെയാ? ഉളിപ്പല്ല്, കോമ്പല്ല്, ചർവണകം, അഗ്രചർവണകം അല്ലേ. ഇനി
വിച്ച് ഓഫ് ദീസ് ടീത്ത് ഈസ് നോട്ട് നീഡഡ് ഫോർ ഹെർബിവേറസ്? ഇതിൽ സസ്യഭോജികൾക്ക് ഹെർബിവേറസിന് ആവശ്യമില്ലാത്ത പല്ല് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാ വരുന്നത്? യെസ്, കെനൈൻ ആണ് അല്ലേ, കോമ്പല്ലാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടേക്ക് പ്ലേസ് ടു ദ ഫുഡ് ഇൻ സ്റ്റൊമക്ക്? എന്താണ്? ആഹാരത്തിന് ആമാശയത്തിൽ വെച്ച് നടക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ്? 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ തങ്ങി നിൽക്കും. ഇറ്റ് വിൽ സ്റ്റേ ഫോർ 4 or 5 hours. ദെൻ ആമാശയ ഭിത്തിയുടെ ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാകുന്നുണ്ട്. ദെൻ അതുപോലെ ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നുണ്ട് അല്ലേ. ഗ്യാസ്ട്രിക് ജ്യൂസ് ഫെസിലിറ്റേറ്റ്സ് ഡൈജഷൻ. C question, what are the digestive secretions that mix with partially digested food in the initial part of the small intestine? എന്താ? ചെറുകുടലിൻ്റെ ആദ്യ ഭാഗത്ത് വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലരുന്ന ദഹനരസങ്ങൾ, ഡൈജസ്റ്റീവ് സെക്രിയേഷൻസ് ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Then name the digestive glands which produce these secretions. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന എന്താ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് വെച്ചാൽ എന്താ? ദഹന ഗ്രന്ഥികൾ ഏവ എന്നും ചോദിച്ചിട്ടുണ്ട്. ഏതാ വരുന്നത്? ലിവറിൽ ഏതാ വരുന്നത്? പിത്തരസമാണ് അല്ലേ, ബൈലാണ്. ദെൻ അഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസിൽ ഏതാണ്? പാൻക്രിയാസ് ജ്യൂസ് ആണ് അല്ലേ, അഗ്നേയ രസമാണ്. ഇതൊക്കെയാണ് വരുന്നത്. ഇനി ആക്ടിവിറ്റി 6, ദ ടിഫിൻ ബോക്സ് ഓഫ് എ ചൈൽഡ് വാസ് ടൈറ്റ്ലി ക്ലോസ്ഡ്. With the help of the teacher, the tiffin box was heated and opened. എന്താണ്? ഒരു കുട്ടിയുടെ സ്റ്റീൽ ചോറ്റുപാത്രം മുറുകി അടഞ്ഞു പോയിട്ടുണ്ട് അല്ലേ. ടീച്ചറിൻ്റെ ഹെൽപ്പോടെ അവർ ആ പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കി തുറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. Then a question, which property related to heat in solids is used here? ഇവിടെ ഖരവസ്തുക്കളിലെ സോളിഡ്സിലെ താപവുമായി ബന്ധപ്പെട്ട ഏതേത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ഏതാണ്? നമുക്കറിയാം അല്ലേ, താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. ദ സോളിഡ് ഐറ്റംസ് വിൽ ഡെവലപ്പ് വെൻ ഇറ്റ് ഗെറ്റ്സ് ഹീറ്റ് എന്ന് പറയുന്ന ആ ഒരു സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് one such situation related to heat in the liquid and gas states that happens in the tiffin box. ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ താപവുമായി ബന്ധപ്പെട്ട് ചോറ്റുപാത്രത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഓരോ സന്ദർഭം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏതാ വരുന്നത്? നമുക്കറിയാം അല്ലേ, കരക്കാറ്റും കടൽക്കാറ്റും വാതകങ്ങളുടെ താപീയ വികാസത്തിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ അത് എഴുതാം. എന്താണ്? ലാൻഡ് ആൻഡ് സീ ബ്രീസ് ആർ തെർമൽ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസസ്. ഇതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാം അല്ലേ. ദെൻ സി ക്വസ്റ്റ്യൻ, വൈ വാസ് ഓൺലി ദ ലിഡ് ഹീറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ എൻറ്റയർ ടിഫിൻ ബോക്സ്? എന്താ ആ ടീച്ചർ ആ പാത്രം മൊത്തത്തിൽ ചൂടാക്കാതെ അതിൻ്റെ അടപ്പ് മാത്രം ചൂടാക്കിയതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരിക്കും? നമുക്കറിയാം അല്ലേ, പാത്രത്തിൻ്റെ ലിഡ് മാത്രം, അടപ്പ് മാത്രം ചൂടാക്കിയാൽ അതിൻ്റെ അടപ്പ് മാത്രമേ വികസിക്കുള്ളൂ അല്ലേ. മൊത്തത്തിൽ ചൂടാക്കിയാൽ മൊത്തത്തിൽ വികസിച്ചാൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റൂല അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? പാത്രത്തിൻ്റെ അടപ്പ് ചൂടാക്കുമ്പോൾ അത് മാത്രം വികസിക്കുകയും പെട്ടെന്ന് തുറക്കാൻ കഴിയുകയും ചെയ്യുന്നു. എന്നാൽ പാത്രം മൊത്തത്തിൽ ചൂടാക്കിയാൽ അടപ്പിനൊപ്പം പാത്രവും വികസിക്കുന്നു, തുറക്കാൻ കഴിയാതെ വരികയും ചെയ്യും. ഖരപദാർത്ഥങ്ങളിലെ താപീയ വികാസമാണ് ഇതിനുള്ള കാരണം അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, when the lid of a jar is heated only it expands and can be opened easily. However, if the entire jar is heated, the jar will expand along with the lid and cannot be opened. Okay. In activity 7, have you examined the pictures? What is the function of these organs related to excretion? ഇവിടെ തന്നിരിക്കുന്ന 3 പിക്ചേഴ്സ് ഉണ്ട് അല്ലേ, കണ്ടല്ലോ നിങ്ങൾ, ABC എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ഈ ചിത്രങ്ങൾ പരിശോധിച്ചല്ലോ. വിസർജനവുമായി ബന്ധപ്പെട്ട് ഈ അവയവങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം ഏത്? പട്ടിക പൂർത്തിയാക്കുക. ഇവിടെ താഴെ തന്നിരിക്കുന്ന പട്ടിക കണ്ടല്ലോ, അത് നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ദെൻ നെയിം ഓഫ് ദി ഓർഗൻ, ഫസ്റ്റ് കോളത്തിൽ എന്താ? അവയവത്തിൻ്റെ നെയിം, പേരാണ് എഴുതാനുള്ളത്, തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റത്തത് എന്താ? വൃക്കയാണ്, കിഡ്നിയാണ് തന്നിട്ടുള്ളത്. ഫങ്ഷൻ റിലേറ്റഡ് ടു എക്സ്ക്രിഷൻ, വിസർജനവുമായി ബന്ധപ്പെട്ട ഈ ഒരു അവയവം, കിഡ്നി എന്ന അവയവം ചെയ്യുന്ന ധർമ്മം എന്താണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാം? യൂറിൻ ആണ് അല്ലേ വരുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്?
നെയിം ഓഫ് ദി ഓർഗൻ, ഓർഗൻ്റെ പേര് എഴുതണം അല്ലേ. അപ്പോൾ അവിടെ ഓർഗൻ്റെ പേര് തന്നിട്ടില്ല, പക്ഷെ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്? സ്വെറ്റ് അല്ലേ, വിയർപ്പ്, വിയർക്കാൻ സഹായിക്കുന്ന ഓർഗൻ ഏതാണ്? യെസ്, സ്കിന്നാണ്, ത്വക്കാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലങ്സ് ആണ് അല്ലേ. അവയവം തന്നിട്ടുള്ളത് ലങ്സിൻ്റെ ധർമ്മം എന്താണ്? യെസ്, ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് വൺ ലിവർ ആണ്. ലിവർ എന്ന് വെച്ചാൽ എന്താ? കരൾ അല്ലേ. കരളിൻ്റെ ഫങ്ഷൻ എന്താ വരുന്നത്? യൂറിയയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ബി ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ഡൺ ടു മെയിൻറ്റെയിൻ ദ ഹെൽത്ത് ഓഫ് കിഡ്നീസ്? കിഡ്നിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത് അല്ലേ. വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ എഴുതാം? റെഡ്യൂസ് എക്സസീവ് സോൾട്ട് കൺസംഷൻ. എന്താണ്? എക്സസ് ആയിട്ട് അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ദെൻ അതുപോലെ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം, എന്താ പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. ദെൻ റെഡ്യൂസ് എക്സസീവ് യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ് കുടിക്കുന്നത് കുറയ്ക്കുക അല്ലേ. കൃത്രിമ പാനീയങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ദെൻ ഡ്രിങ്ക് അബൌട്ട് 12 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. ഒരു ദിവസം ഏകദേശം 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ കിഡ്നിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. Then third question, which organ system controls and coordinates the physical activities? Physical activitiesനെ, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഏത് അവയവ വ്യവസ്ഥയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് വരുന്നത്? യെസ്, നാഡീ വ്യവസ്ഥയാണ് അല്ലേ, നെർവസ് സിസ്റ്റം ആണ്. ഇനി ആക്ടിവിറ്റി 8, when the half part of the moon on which sunlight falls is visible from the earth, which among the following can be seen to us? എന്താണ്? സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭാഗം ഭൂമിയിൽ നിന്ന് കാണുമ്പോൾ ഏതായിരിക്കും ദൃശ്യമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ദി ഡേ വിൽ ബി എ ഫുൾ മൂൺ ഡേ. ആ ദിവസം എന്തായിരിക്കും? ഒരു പൗർണമി ആയിരിക്കും. ദെൻ ബി തന്നിരിക്കുന്നത് ദ ഡേ വിൽ ഹാവ് എ ഹാഫ് മൂൺ ഡ്യൂറിങ് സൺസെറ്റ്. ആ ദിവസം സൂര്യാസ്തമ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും. അതുപോലെ ദാറ്റ് ഡേ വിൽ ബി എ ന്യൂ മൂൺ ഡേ. ആ ദിവസം എന്ന് പറയുന്നത് ഒരു അമാവാസി ദിവസമായിരിക്കും. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് എ സ്മോൾ ക്രസെന്റ് വിൽ ബി വിസിബിൾ ഓൺ ദാറ്റ് ഡേ. ആ ദിവസം ഒരു ചെറിയ ചന്ദ്രക്കല കാണും. ഇതിലേതാണ് വരുന്നത്? ഇതിലേതാ വരുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ? സൂര്യപ്രകാശം ചന്ദ്രനിൽ പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭാഗം ഭൂമിയിൽ നിന്ന് കാണുക എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ പകുതി ഭാഗം കാണുമ്പോൾ എങ്ങനെയുള്ള ദിവസമായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താണ്? ആ ദിവസം സൂര്യാസ്തമയ സമയത്ത് അർദ്ധചന്ദ്രനായിരിക്കും എന്നതാണ് വരുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റീസൺസ് ഫോർ വാക്സിംഗ് ആൻഡ് വെയ്നിങ് ഓഫ് ദി മൂൺ. എന്താണ്? ചന്ദ്രന്റെ വൃദ്ധിക്കും ക്ഷയത്തിനും കാരണം എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ വരുന്നത്? ചന്ദ്രന്റെ പരിക്രമണത്തിന്റെ ഫലമായി ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിന്റെ വ്യത്യാസം മൂലമാണ് വൃദ്ധിക്ഷയം ഉണ്ടാകുന്നത് അല്ലേ. എന്ന് വെച്ചാൽ എന്താ? ദി മൂൺസ് ഓർബിറ്റ് അല്ലെങ്കിൽ ദ മൂൺസ് revolution causes the illumination and shadowed sides to appear different from earth. See question, only one side of the moon is seen facing the earth. Why? ചന്ദ്രന്റെ ഒരു ഭാഗം മാത്രമാണ് ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത്? പരിക്രമണവും ഭ്രമണവും ഒരേ സമയം നടക്കുന്നതിനാലാണ് അല്ലേ. സിൻസ് റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഒക്കേഴ്സ് അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം.